നമ്മെ ആശങ്കയിൽ അഴുത്തുമ്പോഴും ആഘോഷങ്ങൾ നമ്മുടെ സന്തോഷം പകരുന്നു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സദ്വാർത്തയുമായി ഇതാ ക്രിസ്മസ് വരവായി. പുൽക്കൂടും നക്ഷത്രങ്ങളും ക്രിസ്മസ് ട്രീ ഒരുക്കലും കേക്ക് മുറിക്കലുമൊക്കെയായി കലാപരിപാടികളോടുകൂടി നാം എല്ലാ വർഷവും ക്രിസ്മസ് ഗംഭീരമായി ആഘോഷിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ ഒത്തുചേരൽ സാധ്യമല്ലെന്നറിയാമല്ലോ. എന്നാലും ആഘോഷങ്ങൾക്ക് കുറവില്ല. സെന്റ് ജോസഫ് LPS സ്കൂളിലെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ആമുഖ പ്രഭാഷണത്തിനായി നമ്മുടെ സ്കൂളിന്റെ ഊർജ്ജസ്വലയായ ഹെഡ് മിസ്റ്റേഴ്സ് ശ്രീമതി സുമാ ജോസ് ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട ലോക്കൽ മാനേജർ, PTA അംഗങ്ങളെ, അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, COVID-19 ലോകമാസകലം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സമയത്താണ് ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുന്നത്. നിങ്ങൾ വീടുകളിലിരുന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ വിദ്യാലയത്തിൽ നിങ്ങളില്ലാതെ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. മാനസികമായി നമുക്ക് ഒരുമിച്ചിരിക്കാം, ഒന്നു ചേർന്നിരിക്കാം, ഈ തിരുപ്പിറവി നമുക്ക് ആഘോഷിക്കാം. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും, പുതിയതായി വന്ന കുഞ്ഞുമക്കൾക്കും, ഈ വിദ്യാലയത്തിലെ എല്ലാ അംഗങ്ങൾക്കും, PTA അംഗങ്ങൾക്കും, അധ്യാപകർക്കും ഒരു നല്ല ക്രിസ്മസ് ആശംസിക്കുന്നു. ഒരു തിരുപ്പിറവി നമുക്ക് ഏവർക്കും അനുഗ്രഹപ്രദമാകട്ടെ. ഈ COVID-19 കടന്നു പോകുന്നതിന് പുതിയ ഒരു അധ്യയന വർഷത്തിൽ സന്തോഷത്തോടെ സ്കൂളിൽ തിരിച്ചെത്തുവാനും ഉള്ള എല്ലാ ആശംസകളും ടീച്ചർ നേരുന്നു. ക്രിസ്മസ് സന്ദേശം നൽകുന്നതിനായി നമ്മുടെ സ്കൂളിന്റെ രക്ഷാധികാരിയായ മോൺസിഞ്ഞോർ ഫാദർ നിക്കോളാസിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹെഡ് മിസ്റ്റേഴ്സ്, അധ്യാപികമാരെ, അനധ്യാപകരെ, PTA ഭാരവാഹികളെ, ദൈവത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രവൃത്തി ഉന്നതങ്ങളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുക എന്നതായിരുന്നു. അവൻ ദൈവമായിരുന്നിട്ടും ദൈവവുമായുള്ള തുല്യത, സമാനത മുറുകെ പിടിക്കാതെ അവൻ ദാസനായി ഒരു അടിമയുടെ രൂപം സ്വീകരിച്ചു. പാപമൊഴികെ നമ്മളൊരുവനായി ജീവിച്ചു. യേശുവിൻ്റെ ജനനത്തിരുന്നാൾ നമ്മെ വിളിക്കുന്നത് നമ്മുടെ ഉന്നതങ്ങളിൽ നിന്ന് താഴേക്കിറങ്ങാനും മനുഷ്യരാകാനും മനുഷ്യരോടുകൂടെ ഹൃദയ സ്നേഹത്തോടുകൂടെ ഇടപഴകാനും പെരുമാറാനുമാണ്. അതിനുള്ള കൃപ ഈ സ്കൂളിലെ എല്ലാ അംഗങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഇപ്പോൾ എല്ലാ കൂട്ടുകാരും സന്തോഷത്തിലായിരിക്കുമെന്ന് കരുതുന്നു. നമുക്ക് ആശംസകൾ അർപ്പിക്കാൻ ആരൊക്കെയാ കാത്തിരിക്കുന്നതെന്ന് കാണാം. സെന്റ് ജോസഫ് LPSലെ എല്ലാ കൊച്ചുമിടുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. എല്ലാ കുഞ്ഞുമക്കൾക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. ഹായ്, ഞാൻ അക്ഷത വരുൺ. സെന്റ് ജോസഫ് LPS സ്കൂളിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ടീച്ചേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. കുഞ്ഞു നക്ഷത്രങ്ങളെ, ആട്ടിടയർക്കും രാജാക്കന്മാർക്കും വഴികാട്ടിയായത് നക്ഷത്രങ്ങളായിരുന്നു. നിങ്ങളും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വഴികാട്ടിയാവുന്ന നക്ഷത്രങ്ങളാവണം. ശതാബ്ദി ആഘോഷിക്കുന്ന പാളയം സെന്റ് ജോസഫ് LP സ്കൂളിലെ എല്ലാ കുഞ്ഞു നക്ഷത്രങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും അധ്യാപകർക്കും മാനേജ്മെന്റിനും എൻ്റെ
ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൗമ്യ, സിംഗറാണ്. ലോകത്തിന് ശാന്തിയും സമാധാനവും ഐശ്വര്യവും എല്ലാം പ്രദാനം ചെയ്തുകൊണ്ടാണ് ഉണ്ണിയേശു ഈ ഭൂമിയിലേക്ക് പിറവിയെടുത്തത്. എന്നാൽ ഇന്ന് ശാന്തിയും സമാധാനവും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ഈ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് എന്ന മഹാമാരി വിതച്ച ആ ഒരു ദുരന്തം, ആ ഒരു നാളുകളെല്ലാം മാറി സന്തോഷവും ഐശ്വര്യവും സമാധാനവും എല്ലാം നിറഞ്ഞതാകട്ടെ ഇനി വരും നാളുകൾ എന്ന പ്രാർത്ഥന ആശംസകളോടെ പാളയം സെയിൻറ്റ് ജോസഫ്സ് LP സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും മറ്റെല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നല്ലൊരു ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേരുന്നു. വിഷ് എ വെരി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ. Stay safe, stay healthy. Thank you so much. കേക്കില്ലാതെ എന്ത് ക്രിസ്മസ്? നമുക്കൊരു കേക്ക് മുറിച്ചാലോ? നമ്മുടെ സ്കൂളിൽ ഒരിക്കൽ പുൽക്കൂടും അലങ്കാരവും ഒക്കെ കുട്ടികൾക്ക് കാണണ്ടേ? അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന പ്രകാരം ജനസംഖ്യയെ പേര് ചേർക്കാൻ ആ യാത്രയിൽ മാതാവിന് പ്രസവ സമയമായി. എന്ത് ചെയ്യും? അവൾ സത്രത്തിൽ സ്ഥലം അന്വേഷിച്ചു, കിട്ടിയില്ല. മറ്റു ഭവനങ്ങളിൽ അന്വേഷിച്ചു, കിട്ടിയില്ല. അവസാനം അവരൊരു പുൽത്തൊഴുത്തിലെത്തി. മാതാവ് ഈശോയെ വെള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഒരു കാലി തൊഴുത്തു തേടി മൂന്ന് രാജാക്കന്മാരെത്തി.
Christmas is all about spreading happiness and love. May this Christmas bring a lot of happiness and love to your family. Let me take the opportunity to thank each and everyone who made our Christmas celebration very special. Once again, I wish you all Merry Christmas and Happy New Year. Thank you.